ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരൻസ് ഉൾപ്പെടെ ആരും രാവിലെ ഒരു 1 hour മൊബൈൽ തൊടാതിരിക്കുക. ഈവൻ ഇഫ് ദ അർജന്റ് മെയിൽ ഓൾസോ ഡോണ്ട് ലെറ്റ് ദാറ്റ് റേസ് എൻ്റർ യുവർ ഐസ്. ആ ഒരു 1 hour വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കിടക്കുന്നതിന് അറ്റ്ലീസ്റ്റ് 2 hours ബിഫോർ ബെഡ് ഡോണ്ട് യൂസ് എ ഫോൺ. Even though you can use TV 1 hour before, till 1 hour before, but don't use mobile phones because it has got the blue rays. ആ blue rays ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൈപ്പോതലാമസിൽ ചെന്ന് സിഗ്നൽ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സ്ലീപ്പ് സൈക്കിളിനെ എഗെയിൻ തെറ്റിക്കും. പ്രമുഖ ന്യൂട്രീഷനിസ്റ്റ്, ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഡോക്ടർ ജിസ് ഫിലിപ്സിനാണ് ഈ ആഴ്ചയിലെ നമ്മുടെ അതിഥി. പ്രവാസി സമൂഹത്തിലും പോഷക ആഹാരക്കുറവ് വരുത്തുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്, എങ്ങനെ മികച്ച രീതിയിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാം എന്നീ വിഷയങ്ങളുമായി ഗസ്റ്റ് ഇൻ ഗൾഫ്. വെൽക്കം ടു ദ ജയ്ഹിന്ദ് TV ചാനൽ. മോസ്റ്റ് വെൽക്കം. ഡോക്ടർ, എന്താണ് ഈ പുതിയ കാലഘട്ടത്തിൽ ഈ ഡയറ്റിൻ്റെ ന്യൂട്രീഷനൊക്കെ പ്രസക്തി എന്താണ്? ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാൻ ഡയറ്റാണ്. അതേസമയം വീക്കെൻഡ് ആകുമ്പോൾ ചീറ്റിംഗ് ആണ്. ഫുൾ പല രീതിയിലുള്ള ഗൾഫിൽ കാണുന്നുണ്ട്. എന്താണ് ഈ പുതിയ കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രസക്തി എന്താണ്? സോ ഇന്നത്തെ കാലത്ത് നമ്മളുടെ ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ജനറേഷൻ ദാറ്റ് ഈസ് ഓവർ ഫ്യൂവൽഡ് ആൻഡ് അണ്ടർ ന്യൂട്രീഷൻ. ബിക്കോസ് നമുക്ക് കഴിക്കുന്ന ആഹാരം നമുക്ക് കിട്ടുന്നതെല്ലാം ഓവർ ഫ്യൂവൽഡ് അല്ലെന്നുണ്ടെങ്കിൽ ഹയർ കാലറിയാണ്. അതേസമയം ന്യൂട്രീഷൻ പാർട്ട് വരുമ്പോഴത്തേക്കിന് വളരെ ഡെഫിസിറ്റാണ്. അതുപോലെ തന്നെ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രാഷ് ഡയറ്റ്സ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്നതാണ് 1 meal per day diet. That is actually a complete wrong phenomenon. Why? Because ഇങ്ങനൊരു ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തെ തന്നെ മാറണം. എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ കേരളത്തിൽ നിന്നും നമുക്ക് വന്നേക്കുന്ന ഒരു ജീനോടൈപ്പ് അക്കോർഡിംഗ്ലി ഒരു പെർട്ടിക്കുലർ ഫുഡ് ഇൻടേക്കും ഫുഡ് പാറ്റേണും വെച്ചിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ വന്നിട്ട് ഒരു സഡൻ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുമ്പോഴത്തേക്കിന് ആക്ച്വലി ഇൻ്റർഫിയേഴ്സ് വിത്ത് ദെയർ ജീൻ ഇറ്റ് സെൽഫ്. സോ ആ ഒരു സഡൻ ട്രാൻസിഷനെ ബോഡിക്ക് അതൊരു പ്രത്യേക സ്ട്രെസ്സായിട്ടാണ് വന്നത്. സോ ദാറ്റ് ഈസ് ആക്ച്വലി എ ക്രോണിക് സ്ട്രെസ് ഓൾസോ. സോ ക്രോണിക് സ്ട്രെസ് ബിൽഡ് ചെയ്യും. അതുപോലെ തന്നെ അൺവാണ്ടഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ് ബിൽഡ് ചെയ്യും. ഇതിന് ഫലമായിട്ട് നമുക്ക് ബോഡിയിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ, അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 1 meal a day ഡയറ്റിനകത്ത് ഏറ്റവും വലിയൊരു വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് വി വോണ്ട് ബി ഗെറ്റിംഗ് ഇനഫ് ന്യൂട്രീഷൻ. നമുക്ക് വേണ്ടിയ മൈക്രോ ന്യൂട്രിയൻറ്റോ വേണ്ടിയ എമൗണ്ട് ഓഫ് പ്രോട്ടീനോ നമുക്ക് ആ സമയത്ത് കിട്ടത്തില്ല. കാരണം ഒരു മീൽ എന്ന് പറയുമ്പോൾ ബോഡിക്ക് എമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ട് നമ്മുടെ ബവലിൽ നിന്ന്. അറ്റ് എ ടൈം എസ്പെഷ്യലി നമ്മൾ കേരളൈറ്റ്സ് ആകുമ്പോഴത്തേക്കിനും നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് വളരെ കുറവാണ്. അറ്റ് എ ടൈം നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മീൽ കഴിച്ചാൽ നമ്മുടെ ബവൽ സ്റ്റൊമക്കിൽ നിന്ന് തന്നെ അതിനെ മൂവ് ചെയ്യാനുള്ള സമയം മാറുമ്പോഴത്തേക്കിന് തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് ഇങ്ങനെയുള്ള ഒത്തിരി ക്ലയൻറ്റുകൾ നമുക്ക് വരാറുണ്ട്. ദേ ആർ എക്സ്പീരിയൻസിങ് ലോട്ട് ഓഫ് ലെത്താർജി, അതുപോലെ തന്നെ ഫറ്റീഗ്. അടുത്തായിട്ടുള്ള പ്രശ്നമാണ് ഉറക്കമില്ലായ്മ. ഇങ്ങനെ അനേക ഇഷ്യൂസ് ഉണ്ട്. സോ ദിസ് ഈസ് നോട്ട് എ വെരി ഗുഡ് ഫിനോമിനൻ. ഇത് ആക്ച്വലി ഒരു ക്രാഷ് ഡയറ്റ് അല്ലെങ്കിൽ ഫാറ്റ് ഡയറ്റ് എന്ന് പറയാം. അതെ. മറ്റൊന്നുള്ളത് ഇപ്പോൾ നേരത്തെ കേരളവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഗൾഫിലെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. ഈ പറഞ്ഞ പല അസുഖങ്ങളും ഇവിടെ ആൾക്ക് എണ്ണത്തിൽ കൂടുതലായിരിക്കും. അവർക്ക് എന്താണ് ഇതിനൊരു നിങ്ങളുടെ സജഷൻ എന്താണ്? എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുക? അതെന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തണം എന്നൊന്നും പറയാം. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മൾ എപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനെയും യു ഹാവ് ടു സീ ദ ഇൻഡിവിജ്വൽ ആസ് എ യുണീക്ക് പേഴ്സൺ. ബിക്കോസ് ഒരാൾക്കും ദർ ഇസ് നോ വൺ സൈസ് ഫിറ്റ്സ് ഫോർ ഓൾ എന്ന് പറഞ്ഞൊരു പരിപാടി ഡയറ്റിനകത്തോ ന്യൂട്രീഷനകത്തോ ഇല്ല. ഓരോരുത്തരിലും അവരവരുടെ ഡെഫിഷ്യൻസി ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതെന്തൊക്കെയാണ് ഡെഫിഷ്യൻസി എന്നുള്ളത് നമുക്കൊരു പ്രോപ്പർ ബ്ലഡ് ചെക്കിന് ശേഷം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർ അതിനെക്കുറിച്ച് ബോധേഡല്ല. ആരും ഒരു 6 months കൂടുമ്പോൾ ഒരു പ്രോപ്പർ ബ്ലഡ് ചെക്കോ ഒന്നും നടത്താറില്ല. വൺസ് അത് നടത്തി കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് ഔട്ട് എന്തൊക്കെ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയാണ് നിങ്ങൾക്കുള്ളതെന്നുള്ളത്. കോമൺലി ഗൾഫിലുള്ളവരിൽ 90% പേരിലും വൈറ്റമിൻ ഡി കുറവാണ്. വൈറ്റമിൻ ഡി കുറയുമ്പം ഓട്ടോമാറ്റിക്കലി അതിനെ സംബന്ധിച്ചിട്ടുള്ള പല മൈക്രോ ന്യൂട്രിയൻറ്റും ബോഡിയിൽ കുറയും. പക്ഷേ അതൊന്നും സിംറ്റമാറ്റിക് അല്ല, അതൊന്നും പെട്ടെന്ന് സിംറ്റം കാണിക്കത്തില്ല. അത് കാണിച്ചു വരുമ്പോഴത്തേക്കിന് ഇൽ ബി ലേറ്റ്. സോ ഇതെല്ലാം ഓരോ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻസ് ആണ്. അതിന് വർഷങ്ങളെടുക്കും ബിൽഡപ്പ് ചെയ്ത് വരാനായിട്ട്. അപ്പം നമ്മൾ പെതുക്കെ ഇതിനെ തടയാൻ പറ്റിയാൽ എന്ന് പറഞ്ഞാൽ തടയാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് എ പ്രിവെൻറ്റീവ് തിങ് ദാറ്റ് വി ഷുഡ് ഡു ദ ബ്ലഡ് വർക്ക്സ്. അതിനെ കറക്റ്റ് ചെയ്ത് ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടോ ആ ഡെഫിഷ്യൻസിയെ ഫൈൻഡ് ഔട്ട് ചെയ്ത് ചെയ്യാൻ അതിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോസ്റ്റ്ലി ഉള്ള ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ കംപ്ലീറ്റ്ലി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു 6 months കൂടുമ്പോൾ ഒരു പ്രോപ്പർ ചെക്കപ്പ് വേണമെന്നാണോ പറയുന്നത്? ഇപ്പോൾ എങ്ങനെയാണ് വാട്ട് യു സജസ്റ്റ്? എങ്ങനെയാണ് അതിനെ പറയുന്നത്? എല്ലാ 6 months കൂടുമ്പോഴും നമുക്കൊരു പ്രോപ്പർ ബ്ലഡ് ടെസ്റ്റ്
മസ്റ്റായിട്ടും ചെയ്യുക. എസ്പെഷ്യലി വൈറ്റമിൻ ഡി എല്ലാവരും വിചാരിക്കും വൈറ്റമിൻ ഡി ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപ്സ്യൂൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് ഓക്കെ ആകും, പിന്നെ അതിനെ ചെക്ക് ചെയ്യേണ്ടത്. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. പോസ്റ്റ് കോവിഡിന് ശേഷം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഈസ് വെരി ഹൈ എമംഗ് എവ്രി വൺ. നമ്മളത് സപ്ലിമെൻറ്റ് ചെയ്തോ അല്ലെന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻ എടുത്തോ അതിനെ ഒരു ലെവൽ ലൈക്ക് 40, 50, 60 വന്നെന്ന് പറഞ്ഞാലും വിതിൻ വി ആർ സീയിങ് വിത്ത് ലോഡ് ഓഫ് പേഷ്യൻസ് ദാറ്റ് വിതിൻ 2 months ദാറ്റ് വിൽ ഡ്രോപ്പ് ഡൗൺ ലെസ് ദാൻ 10 അഗെയിൻ. എന്തുകൊണ്ട്? വൈ? ബിക്കോസ് വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു ഫാറ്റ് സോളബിൾ വൈറ്റമിനാണ്. അത് നമ്മുടെ സെൽസിൽ നിന്ന് ഡെഫിസിറ്റ് ആയി കഴിഞ്ഞാൽ അതിനെ റിപ്ലനിഷ് ചെയ്യാനായിട്ട് അതിനനുസരിച്ചുള്ള സമയം വരും. ഇറ്റ് വിൽ ടേക്ക് ലൈക്ക് ഇയേഴ്സ് ഫോർ സം പീപ്പിൾ ടു ഗെറ്റ് ഇറ്റ് പ്രോപ്പർ. ഈ ദുബായ് ഒരു ഇൻ്റർനാഷണൽ ഹബ്ബാണ്. അവിടെ ലോട്ട് ഓഫ് ഈ ഡയറ്റ് പ്ലാൻസ് ഉണ്ട്, കുറേ വെൽനസ് സെൻറ്റേഴ്സ് ഉണ്ട്. ചിലർ ഡയറ്റ് തുടങ്ങും, പക്ഷേ പിന്നീട് പിന്മാറുന്നുണ്ട്, പ്രോപ്പറായി പറ്റുന്നില്ല പറഞ്ഞിട്ട്. അവരുടെയൊക്കെ എന്താ പറയുക, എന്തുകൊണ്ട് അങ്ങനെ ഒരു പരാജയം പിന്മാറും? ചിലർ വളരെ ഭംഗിയായിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ട്, രണ്ട് ടൈപ്പ് ആളെ കാണുന്നുണ്ട്. എന്താണ് അവരോട് പറയാനുള്ളത്? നമ്മളൊരു ഡയറ്റിനെ എപ്പോഴും ഒരു ഡയറ്റായിട്ട് കാണാതെ മേക്ക് ഇറ്റ് ആസ് എ ലൈഫ് സ്റ്റൈൽ. അതുപോലെ തന്നെ ഓരോ നമുക്ക് ദർ ആർ ലോട്ട് ഓഫ് ഡയറ്റ്സ് ലൈക്ക് കീറ്റോ ഡയറ്റ്സ്. അതുപോലെ തന്നെ കീറ്റോ ഈസ് എ തെറാപ്യൂട്ടിക് ഡയറ്റ്. ചില ആൾക്കാർ കീറ്റോ ഡയറ്റിനെ ലൈഫ് സ്റ്റൈൽ ആക്കാൻ ശ്രമിക്കും. അവിടെയാണ് തെറ്റുപറ്റുന്നത്. കാരണം പല അതെ. അപ്പം ഇതൊരിക്കലും ഒരു ലൈഫ് സ്റ്റൈൽ ഡയറ്റ് അല്ല. ലൈഫ് സ്റ്റൈൽ ഡയറ്റ് എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്? അത് ഓരോ ഇൻഡിവിജ്വലിനും അവരുടെ റിക്വയർമെൻറ്റ്, അവരുടെ ജോലി, അവരുടെ ഡേ ടു ഡേ ലൈഫ്, ഉറക്കം, ഇതെല്ലാം ഡിപ്പെൻസ് ചെയ്യുക. പക്ഷേ അത് നമുക്ക് ഒരു ആപ്പിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഡയറ്റ് അല്ല ഒരാൾ. യു ഹാവ് ടു മേക്ക് ഇറ്റ് യുവർ ഓൺ. ദാറ്റ് യു നീഡ് ആൻ എക്സ്പെർട്ട് ഗൈഡ്. കഴിഞ്ഞ കുറേ കാലങ്ങളിൽ ആഫ്റ്റർ ദ കോവിഡ് ആണെന്ന് തോന്നുന്നു കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗം കൂടി. ഈ വീടുകളകത്ത് ഒതുങ്ങിക്കൂടുന്നു, ഇൻ്റർനെറ്റിന് അഡിക്റ്റായി മാറുന്നു. അതൊരു ലൈഫ് സ്റ്റൈൽ ഘടകമല്ലേ? അത് വലിയൊരു വിഷയം മാറുന്നുണ്ടോ? അതിനെങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത് നിങ്ങൾ? സോഷ്യൽ മീഡിയ വെച്ചിട്ട് വരുന്ന ഒരു ഏറ്റവും പ്രശ്നകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി നമ്മുടെ ഡോപ്പമൈനെ, നമ്മൾ ഈ ഓരോ സ്ക്രോളിങ് ചെയ്യുന്ന ആൾക്കാരിലും ഡോപ്പമൈൻ റിലീസ് ഓരോ തവണയും ഉണ്ടാകുന്നു. ഈ ഡോപ്പമൈൻ റിലീസ് ഉണ്ടാകുമ്പോൾ തന്നെ ബ്രെയിനിലുള്ള നമ്മുടെ ഡോപ്പമൈൻ റിസപ്റ്റേഴ്സിൻ്റെ റെസ്പോൺസ് കുറയുന്നു. അപ്പോൾ റെസ്പോൺസ് കുറയുമ്പോഴത്തേക്കിന് നമുക്ക് എഗെയിൻ ഈ ഡോപ്പമൈൻ വേണമെങ്കിൽ ഇതിനെ സ്ക്രോൾ ചെയ്യണം. ഇത് മാറിക്കഴിയുമ്പോഴത്തേക്കിനാണ് പ്രശ്നം വരുന്നത്. ഇത് മാറ്റുമ്പോഴത്തേക്കിന് നമുക്ക് ഡോപ്പമൈൻ റിലീസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? നമ്മൾ ഷുഗർ കഴിക്കുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ ചിലർക്ക് സിഗരറ്റ് വലിക്കുമ്പോൾ, അങ്ങനെയുള്ള ബാഡ് ഹാബിറ്റ്സിലോട്ട് ഇത് എഗെയിൻ പുഷ് ഓഫ് ചെയ്യും. പിന്നെ ഉള്ള വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സ്ക്രോളിങ് ഇത് ആക്ച്വലി നമ്മളെ കൂടുതൽ ലേസി ആക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിയെ ലാഗ് ഓൺ ചെയ്യിപ്പിക്കുന്നു. പിന്നെ വേറെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ സർക്കേഡിയം റിതം. നമ്മുടെ എല്ലാ ഹ്യൂമൻ്റെയും വെയ്ക്ക് ആൻഡ് സ്ലീപ്പ് സൈക്കിളിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു സൈക്കിളാണ് സർക്കേഡിയം റിതം. ഇതിനെ കംപ്ലീറ്റ്ലി ഇത് തെറ്റിക്കുന്നു. ഈ റിതം മൊത്തം ബോഡി എഫക്ട് ചെയ്യുന്നു. ആ സ്ലീപ്പ് പാറ്റേൺ നമ്മൾ ഉറങ്ങുന്ന ഒരു ഫിക്സ്ഡ് ഒരു പർട്ടിക്കുലർ സമയത്ത് ഉറങ്ങുന്ന ഒരു വ്യക്തി, അത് മാറുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കലി ദ എൻറ്റയർ ക്ലോക്ക് ചേഞ്ചസ്. സെയിം ലൈക്ക് വാട്ട് വി ഫ്ലൈസ് ഇൻ. നമുക്ക് ജെറ്റ് ലാഗ് വരുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഓരോ ദിവസം ആൾക്കാർ ഇതിൽ കൂടെ പോവുക. അപ്പം എല്ലാ രീതിയിലും നമ്മുടെ സിസ്റ്റത്തെ മൊത്തം അത് ബാധിക്കുക ചെയ്യും. ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരൻസ് ഉൾപ്പെടെ ആരും രാവിലെ ഒരു 1 hour മൊബൈൽ തൊടാതിരിക്കുക. ഈവൻ ഇഫ് ദ അർജന്റ് മെയിൽ ഓൾസോ ഡോണ്ട് ലെറ്റ് ദാറ്റ് റേസ് എൻറ്റർ യുവർ ഐസ്. ആ ഒരു 1 hour വളരെ ഇമ്പോർട്ടൻ്റ്. അതിനുശേഷം ദാറ്റ് 1 hour മേക്സ് യുവർ എ ഡേ പ്ലാൻ. അതിനുശേഷം വേറെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മൾ കിടക്കുന്നതിന് അറ്റ്ലീസ്റ്റ് 2 hours ബിഫോർ. നോർമലി പറയുന്നത് 1 hour ആണ്, പക്ഷേ ആസ് പെർ ദ ലേറ്റസ്റ്റ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് അറ്റ്ലീസ്റ്റ് 2 hours ബിഫോർ ബെഡ് ഡോണ്ട് യൂസ് എ ഫോൺ. Even though you can use TV 1 hour before, till 1 hour before, but don't use mobile phones because it has got the blue rays. blue rays automatically നമ്മുടെ ഹൈപ്പോതലാമസിൽ ചെന്ന് സിഗ്നൽ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സ്ലീപ്പ് സൈക്കിളിനെ എഗെയിൻ തെറ്റിക്കും. നമ്മൾ അലേർട്ട് ആവും, നമ്മുടെ നോർമലി ഉള്ള അലേർട്ട് ഹോർമോൺസ് എല്ലാം ഉണരും. പിന്നെ അപ്പോൾ സ്ലീപ്പിനെ എഗെയിൻ ഡിലേ. നമുക്കൊരു പ്രോപ്പർ സ്ലീപ്പും പ്രോപ്പർ ഹെൽത്തും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഓരോ ദിവസവും സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇതിന് ഒരുക്കമായിട്ടുള്ള ആൾക്കാരിൽ വി ആർ മേക്കിംഗ് ഹ്യൂജ് ചേഞ്ച് ആൻഡ് ഹ്യൂജ് ഡിഫറൻസ്. ലാസ്റ്റ് ചോദിക്കുകയാണ്, ഈ ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റം എന്തൊക്കെയാണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വലിയ ഘടകങ്ങളാണല്ലോ നമുക്ക് തിരിച്ചു തരുന്നത്, നമ്മുടെ എനർജി അതുകൂടിയാണ്. അതിലെന്തൊക്കെ മാറ്റങ്ങൾ ഈ പുതിയ കാലഘട്ടം ആവശ്യപ്പെടുന്നു? നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ സിമ്പിൾ കുറച്ച് റൂൾസ് എന്ന് പറയുന്നത്, നമ്പർ 1, 5 ഇൻഗ്രീഡിയൻറ്റ് കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. മേക്ക് ഇറ്റ് മാക്സിമം 3 to 4 ഇൻഗ്രീഡിയൻസ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത് ഉണ്ടാവും. രണ്ടാമത്തേത് അതേതൊക്കെ ഒന്നും പറയാമോ? 5 പ്രധാനപ്പെട്ട അതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്ത് കഴിച്ചാൽ, സേ ഫോർ എക്സാമ്പിൾ അവോയ്ഡ് ഓൾ പ്രോസസ്ഡ് ഫുഡ്. ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ സീരിയൽസ് അങ്ങനത്തെ ഉള്ളതൊന്നും തൊടുകയും ചെയ്യരുത്. മേക്ക് ഇറ്റ് സം ഹോൾ ഫുഡ്. യു ക്യാൻ ഹാവ് റാഗി, യു ക്യാൻ ഹാവ് നമ്മൾ മലയാളികൾക്ക് ഓട്സ്, നമുക്ക് ഉപ്പുമാ, അതുപോലെ തന്നെ അങ്ങനെയുള്ള പുട്ട് എല്ലാം കഴിക്കാം. എലോങ് വിത്ത് ദാറ്റ് യു നീഡ് ടു ആഡ് സം
പ്രോട്ടീൻ നമുക്ക് എഗ്സ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ കടല അങ്ങനെയൊക്കെയുള്ളത് എല്ലാം ആഡ് ചെയ്യാം. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരാൾക്ക് വേണ്ടിയ അറ്റ്ലീസ്റ്റ് 1 gram to 1.2 gram പ്രോട്ടീൻ നമ്മുടെ ഒരു ദിവസം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓരോ മീൽ അത് സെപ്പറേറ്റ് ചെയ്യുക, ഒരു മീൽ കഴിക്കാതെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ നോക്കുക. ഇത് സ്റ്റാർട്ട് ഓഫ് ചെയ്യുക. ഇതിനൊക്കെ ശേഷം മാത്രം എക്സസൈസ്, ചെറിയ വാക്കിങ്, ചെറിയ കാര്യത്തിലോട്ട് നമ്മുടെ ബോഡിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദാൽ ബി വെൽ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ അഡ്വാൻസ് ടുവേർഡ്സ് ദ നെക്സ്റ്റ് ലെവൽസ്. താങ്ക് യു. Middle East this week. Costume courtesy by Alan Soli Shirts.